സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ഏറ്റവും മികച്ച ഒരു ആസ്പെക്റ്റ് ആണ് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഒരുപക്ഷെ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ലൈഫ് സൈക്കിളിൽ തന്നെ ഡെവലപ്മെന്റിനേക്കാൾ കൂടുതൽ പ്രാധാന്യം നൽകേണ്ട ഒരു മേഖല കൂടിയാണ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഒരു സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷന്റെ ക്വാളിറ്റി, റിലയബിലിറ്റി, ഫങ്ഷണാലിറ്റി എല്ലാം ഇവാലുവേറ്റ് ചെയ്യപ്പെടുന്നത് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് എന്ന പ്രോസസ്സിലൂടെയാണ്. ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ലൈഫ് സൈക്കിളിലെ ക്രിട്ടിക്കൽ പ്രോസസ്സാണ് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഒരു ഡെവലപ്പർ ഡെവലപ്പ് ചെയ്ത സോഫ്റ്റ്വെയറിനെ അപ്രോപ്രിയേറ്റ് ടെസ്റ്റ് ചെയ്യുമ്പോൾ മാത്രമേ ആ സോഫ്റ്റ്വെയർ റിക്വയർഡ് ഫങ്ഷനാലിറ്റീസ് അല്ലെങ്കിൽ റിക്വയർമെന്റ്സ് മീറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് തിരിച്ചറിയാൻ കഴിയത്തുള്ളൂ. കൃത്യമായ സോഫ്റ്റ്വെയർ ടെസ്റ്റ് ചെയ്യുന്നതിലൂടെ യൂസർ എക്സ്പീരിയൻസ് മാത്രമല്ല, റിലീസിന് ശേഷമുള്ള ടൈമും കോസ്റ്റും ഒക്കെ ലാഭിക്കാൻ സാധിക്കും. ഇന്നത്തെ വീഡിയോയിൽ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗിന്റെ വളരെ ഫണ്ടമെന്റലായ മാനുവൽ ടെസ്റ്റിംഗിനെ കുറിച്ചാണ് പറയാൻ വേണ്ടി പോകുന്നത്. ഈ വീഡിയോയിൽ എന്താണ് മാനുവൽ ടെസ്റ്റിംഗ്, എപ്പോഴാണ് മാനുവൽ ടെസ്റ്റിംഗ് ചെയ്യുന്നത്, മാനുവൽ ടെസ്റ്റിംഗ് ഡിഫറെന്റ് ടൈപ്സ് ഏതൊക്കെയാണ്, മാനുവൽ ടെസ്റ്റിംഗിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, ഒരു മാനുവൽ ടെസ്റ്റർ അവൻ എന്തൊക്കെ പഠിക്കണം, മാനുവൽ ടെസ്റ്റിംഗിന്റെ അല്ലെങ്കിൽ ഒരു ടെസ്റ്റിംഗ് കരിയർ ട്രജക്ടറി എന്തൊക്കെയായിരിക്കും, എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് പറയാൻ വേണ്ടി പോകുന്നത്. ഈ ചാനൽ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർക്ക് ഞാൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ പേര് സാഹിർ. ഈ ചാനൽ നമ്മൾ ഡേറ്റാ സയൻസ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, പ്രോഗ്രാമിംഗ്, ടെക്നോളജി, സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഫൈനാൻസ്, ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ്, ഡേറ്റ അനലിറ്റിക്സ്, ബിസിനസ് അനലിറ്റിക്സ് തുടങ്ങിയ വീഡിയോ ആയിരിക്കും അപ്ലോഡ് ചെയ്യുന്നത്. എഡ്യൂ ലേണിംഗിന്റെ എയിം തന്നെ ഫ്രഷേഴ്സ് ആയിട്ടുള്ള കരിയർ ഗ്യാപ്പ് എന്നവർക്കും ഒരു ഇൻഡസ്ട്രി ലെവലിലുള്ള എക്സ്പീരിയൻസ് നൽകി ജോബിന് പര്യാപ്തമാക്കുക എന്നുള്ളതാണ്. നിങ്ങളും ആ ഒരു കാറ്റഗറിയിൽ പെടുന്ന നിങ്ങൾക്കൊരു ഇൻഡസ്ട്രി ലെവലിന്റെ ആയിട്ടുള്ള പ്രാക്ടിക്കൽ പ്രൊജക്ട്സിലൂടെ ടെക് മേഖല ഏതെങ്കിലും ജോബ് റോളിനെ കുറിച്ച് പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ, മേഖലയിൽ കയറണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ, യു ക്യാൻ കണക്ട് വിത്ത് us at 97462123. So once again, I'm Sahir. Welcome to the new video of Edu Learning. നമുക്ക് ആദ്യമായിട്ട് എന്താണ് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് നോക്കാം. ഏതൊരു സോഫ്റ്റ്വെയർ പ്രൊജക്റ്റ് റിവോൾവ് ചെയ്യുന്നത് 3 ആസ്പെക്ട്സിലാണ്: കോസ്റ്റ്, ടൈം ആൻഡ് ക്വാളിറ്റി. ഇത് അച്ചീവ് ചെയ്യാൻ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ലൈഫ് സൈക്കിളിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫേസ് ആണ് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗിന്റെ എയിം തന്നെ ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ആപ്ലിക്കേഷന്റെ ഒക്കെ പ്രോബ്ലമാറ്റിക് ഏരിയാസ് കണ്ടുപിടിക്കുകയും അത് ഡെവലപ്പ് ചെയ്ത റിക്വയർമെന്റ് മീറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുകയുമാണ്. ഒരു സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ സക്സസ്ഫുൾ വർക്കിംഗ് അല്ലെങ്കിൽ സക്സസ്ഫുൾ ലോഞ്ചിന് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു ഘടകമാണ്. സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് നമുക്ക് ബ്രോഡ്ലി രണ്ടായിട്ട് തരംതിരിക്കാൻ പറ്റും: മാനുവൽ ടെസ്റ്റിംഗും ഓട്ടോമേഷൻ ടെസ്റ്റിംഗും. മാനുവൽ ടെസ്റ്റിംഗ് പേര് പോലെ തന്നെ ഒരു ടെസ്റ്റർ ഒരു പ്രോഗ്രാമിന്റെ ഫംഗ്ഷനാലിറ്റി, പെർഫോമൻസ് ഇവയെല്ലാം ടെസ്റ്റ് കേസ് എഴുതി മാനുവലി ടെസ്റ്റ് ചെയ്യുന്നതാണ്. ഓട്ടോമേഷൻ ടെസ്റ്റിംഗ് പോസിബിൾ അല്ലാത്ത സിറ്റുവേഷൻസിലാണ് ബേസിക്കലി മാനുവൽ ടെസ്റ്റിംഗ് പോസിബിൾ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് നമ്മളെല്ലാം മൊബൈൽ ഫോൺസ് പോക്കറ്റിലിടുന്നതാണ് അല്ലേ. അപ്പോൾ പോക്കറ്റിലിടുമ്പം എങ്ങനെയൊക്കെ തരത്തിൽ അതിൻ്റെ അകത്ത് ടച്ച് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട് എന്നുള്ളത് ടെസ്റ്റ് ചെയ്യുക. പലപ്പോഴും നമ്മുടെ മൊബൈലിൽ പോക്കറ്റിൽ കിടക്കുന്ന സമയത്ത് അറിയാതെ കോള് പോകുന്ന സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ട് അല്ലേ. ഇപ്പോഴത്തെ ഫോണിലൊക്കെ അത് അധികം കണ്ടുവരുന്നു. നേരത്തേക്ക് 1-2 വർഷമുള്ള ഫോണിലൊക്കെ അത് അധികം കണ്ടുവരുന്നുണ്ടായിരുന്നു. ആ സിനാരിയോ എങ്ങനെ മാറ്റത്? അവർ ഇതേപോലെ മാനുവലി ടെസ്റ്റ് ചെയ്ത് പോക്കറ്റിൽ എങ്ങനെയൊക്കെ ഫോൺ കിടക്കാൻ സാധ്യത ഉണ്ടെന്നുള്ള സിനാരിയോസ് ടെസ്റ്റ് കേസ് എഴുതി ടെസ്റ്റ് ചെയ്തിട്ടാണ്. ഇനി നമുക്ക് മാനുവൽ ടെസ്റ്റിംഗിന്റെ അഡ്വാൻറ്റേജസ് നോക്കാം. റിയൽ വേൾഡ് കണ്ടീഷൻസിൽ നമുക്ക് മാനുവൽ ടെസ്റ്റിംഗ് പെർഫോം ചെയ്യാൻ സാധിക്കും. രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ലെസ് പ്രോഗ്രാമിംഗ് നോളജ്. മാനുവൽ ടെസ്റ്റിംഗിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നുന്നതും ഈ പറഞ്ഞ ലെസ് പ്രോഗ്രാമിംഗ് നോളജ് ആണ്. മാനുവൽ ടെസ്റ്റിംഗ് ടെക് ജോബ് ആണെന്നുണ്ടെങ്കിൽ കൂടി ഇതിൻ്റെ അകത്ത് പ്രോഗ്രാമിംഗ് നോളജ് ഇല്ലാത്ത ഏതൊരു വ്യക്തിക്ക് പോലും ജോലിക്ക് കയറാൻ കഴിയുന്നതാണ്. ഇതിനായിട്ട് പ്രത്യേകിച്ച് ടൂൾസോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ബേസിക് ആയിട്ട് കാണുന്ന സിനാരിയോസ് അല്ലെങ്കിൽ നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന ടൂൾസോ ഒക്കെ നമ്മൾ ടെസ്റ്റ് കേസസ് എഴുതി പ്രിപ്പയർ ചെയ്താൽ മതിയാവും. നമ്മൾ ഉദാഹരണത്തിന് നമ്മുടെ മൊബൈലിൻ്റെ ടെസ്റ്റ് കേസ്, നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന പേനയുടെ ടെസ്റ്റ് കേസ് എഴുതുക, അല്ലാന്നുണ്ടെങ്കിൽ ബുക്ക് ഉപയോഗിക്കുന്ന ബുക്കിൻ്റെ ടെസ്റ്റ് എഴുതുക. അങ്ങനെ ടെസ്റ്റ് സിനാരിയോസ് എഴുതിയാൽ മാത്രം മതിയാവും നല്ലൊരു മാനുവൽ ടെസ്റ്റർ ആകാനായിട്ട്. അപ്പോൾ മാക്സിമം നിങ്ങളൊരു സിനാരിയോസ് എടുത്തിട്ട് ഒരു മാനുവൽ ടെസ്റ്റർ ചിന്തിക്കുന്ന പോലെ മാനുവലി ഒരു പർട്ടിക്കുലർ സിനാരിയോ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ സിനാരിയോസ് ഒരു ഒബ്ജക്റ്റിൽ കണ്ടുപിടിച്ച് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചാൽ മാത്രം മതിയാകും. മൂന്നാമത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കോസ്റ്റ് എഫക്റ്റീവ്നെസ് എന്നുള്ളതാണ്. മാനുവൽ ടെസ്റ്റിംഗ് ഇനിഷ്യലി വലിയ ഇൻവെസ്റ്റ്മെന്റ് ഒന്നും വേണ്ട, ഒരു ഹ്യൂമൻ എഫേർട്ട് മാത്രം മതിയാവും. എക്സ്റ്റേണൽ ടൂൾസിലൊന്നും ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഷോർട്ട് ടേം പ്രൊജക്ട്സ് അല്ലെങ്കിൽ ലോ ബഡ്ജറ്റ് പ്രൊജക്ട്സിനൊക്കെ മാനുവൽ ടെസ്റ്റിംഗ് വളരെ ഫീസിബിൾ ആണ്. പിന്നെ മാനുവൽ ടെസ്റ്റിംഗിന്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞത് ഫ്ലെക്സിബിലിറ്റി ആണ്. അൺപ്ലാൻഡ് ചേഞ്ചസ് ഉള്ള ആപ്ലിക്കേഷൻസിൽ നമുക്ക് മാനുവൽ ടെസ്റ്റിംഗ് എളുപ്പത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ കഴിയുന്നതാണ്. ഇനി നമുക്ക് മാനുവൽ ടെസ്റ്റിംഗിന്റെ ഡിസഡ്വാൻറ്റേജസ് നോക്കാം. ഏറ്റവും വലിയ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ടൈം കൺസ്യൂമിംഗ് ആണ്. നമുക്ക് മൈന്യൂട്ട് ആയിട്ടുള്ള ചേഞ്ചസ് പോലും റിപ്പീറ്റേറ്റീവ് ആയിട്ട് ടെസ്റ്റ് ചെയ്യേണ്ടതായിട്ടുള്ളതുകൊണ്ട് തന്നെ ടൈം കൺസ്യൂം ആയിരിക്കും മാനുവൽ ടെസ്റ്റിംഗ്. രണ്ടാമത്തെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ മാനുവൽ എറേഴ്സ് ഉണ്ടാകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. മാനുവൽ ടെസ്റ്റിംഗ് ഹ്യൂമൻ അക്യുറസിയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അത് എറർ ഉണ്ടാക്കാനുള്ള ചാൻസസും കൂട്ടും. മൂന്നാമതുള്ള ലിമിറ്റേഷൻ ആണ് പെർഫോമൻസ് ടെസ്റ്റിംഗ് മാനുവൽ ടെസ്റ്റിംഗ് വഴി ചെയ്യാൻ കഴിയില്ല എന്നുള്ളത്. മൾട്ടിപ്പിൾ യൂസേഴ്സും മൾട്ടിപ്പിൾ ഡിവൈസസും വേണ്ടി വരുന്ന പെർഫോമൻസ് ടെസ്റ്റിംഗും ലോഡ് ടെസ്റ്റിംഗും ഒക്കെ നമുക്ക് മാനുവൽ ടെസ്റ്റിംഗിൽ പെർഫോം ചെയ്യാൻ സാധിക്കത്തില്ല. ഇനി നമ്മൾ മാനുവൽ ടെസ്റ്റിംഗ് ഡിഫറെന്റ് ടൈപ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. മാനുവൽ ടെസ്റ്റിംഗ് ബ്രോഡ്ലി 3 തരംതിരിച്ചിട്ടുണ്ട്. നമ്പർ 1 എന്ന് പറഞ്ഞാൽ വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ്. വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ് ചെയ്യുന്നത് ഡെവലപ്പർ തന്നെയാണ്.
ഇവിടെ ഡെവലപ്പർ ടെസ്റ്ററിന് കോഡ് കൈമാറുന്നതിന് മുമ്പ് ലൈൻ ബൈ ലൈൻ ആയിട്ട് കോഡ് ഇവാലുവേറ്റ് ചെയ്യും. രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ടെസ്റ്റിംഗ് ആണ് ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഈ ടെസ്റ്റ് ചെയ്യുന്നത് ടെസ്റ്റർ തന്നെയാണ് ഒരു പ്രോഡക്റ്റിന്റെ റിക്വയർമെന്റും ഫംഗ്ഷനാലിറ്റിയും ഒക്കെ മീറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് ഇവിടെ ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഇവിടെ ഒരു ടെസ്റ്ററിന് കോഡ് വിസിബിൾ ആയിരിക്കത്തില്ല, അതുകൊണ്ടാണ് ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. മൂന്നാമത്തേതാണ് ഗ്രേ ബോക്സ് ടെസ്റ്റിംഗ്. ഗ്രേ ബോക്സ് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗിന്റെയും ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗിന്റെയും കോമ്പിനേഷൻ ആണ്. ഇത് ചെയ്യുന്നത് കോഡിങ്ങും ടെസ്റ്റിംഗും അറിയാവുന്ന ഒരു വ്യക്തി തന്നെ ആയിരിക്കും. ഒരു ടെസ്റ്റർ കോഡും ഫംഗ്ഷനാലിറ്റി ഇവാലുവേറ്റ് ചെയ്യുന്നതാണ് ഗ്രേ ബോക്സ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് എങ്ങനെ മാനുവൽ ടെസ്റ്റിംഗ് പെർഫോം ചെയ്യാൻ നോക്കാം. സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് നമ്മൾ ടെസ്റ്റിംഗ് സോഫ്റ്റ്വെയറിന്റെ ഡോക്യുമെന്റ് തറവായിട്ട് വായിക്കുക എന്നുള്ളതാണ്. എങ്കിൽ മാത്രമേ നമുക്ക് റിക്വയർമെന്റ് മനസ്സിലാകത്തുള്ളൂ. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് റിക്വയർമെന്റ് ഡോക്യുമെന്റ് അനുസരിച്ച് ടെസ്റ്റ് കേസസ് എഴുതുക എന്നുള്ളതാണ്. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എഴുതിയ ടെസ്റ്റ് കേസസ് എല്ലാം മാനുവലി എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. സ്റ്റെപ്പ് 4 എന്ന് പറയുന്നത് നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ബഗ് വന്നു കഴിഞ്ഞാൽ അത് ഡെവലപ്മെന്റ് ടീമിനെ അറിയിക്കുക എന്നുള്ളതാണ്. സ്റ്റെപ്പ് 5 എന്ന് പറഞ്ഞാൽ ഡെവലപ്മെന്റ് ടീം നമ്മൾ റൈസ് ചെയ്ത ബഗ്ഗൊക്കെ ഫിക്സ് ചെയ്തതിനു ശേഷം അത് തിരിച്ച് റീടെസ്റ്റ് ചെയ്യാൻ നൽകുന്നതാണ്. ഈ 5 സ്റ്റെപ്പാണ് മാനുവൽ ടെസ്റ്റിംഗിലുള്ളത്. ഇനി നമുക്ക് മാനുവൽ ടെസ്റ്റിന്റെ സ്കോപ്പ് എന്താണെന്ന് നോക്കാം. പലരും കരുതുന്നുണ്ട് ഓട്ടോമേഷൻ ടെസ്റ്റിംഗ് കാരണം മാനുവൽ ടെസ്റ്റിംഗ് റീപ്ലേസ് ആകുന്നു. ഒരിക്കലും മാനുവൽ ടെസ്റ്റിംഗ് റീപ്ലേസ് ചെയ്യാൻ കഴിയത്തില്ല. കാരണം ഓട്ടോമേഷൻ ടെസ്റ്റിംഗിന്റെ ഫൗണ്ടേഷൻ തന്നെ മാനുവൽ ടെസ്റ്റിംഗ് ആണ്. മാനുവൽ ടെസ്റ്റിംഗ് അറിഞ്ഞിരുന്നാൽ മാത്രമേ, ലോജിക്കലി എങ്ങനെ ടെസ്റ്റ് ചെയ്യണമെന്ന് അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് ഒരു ടെസ്റ്റ് കേസ് സിനാരിയോ ഓട്ടോമേറ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. രണ്ടാമത്തെന്ന് പറഞ്ഞാൽ മാനുവൽ ടെസ്റ്റിംഗ് പഠിച്ചത് വെർസറ്റൈൽ സ്കില്ലാണ്. നമുക്ക് മാനുവൽ ടെസ്റ്റിംഗ് ചെയ്യാനുള്ള ക്യാപ്പബിലിറ്റികൾ മൊബൈൽ ആപ്ലിക്കേഷൻ, സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻസിൽ, വെബ് ആപ്ലിക്കേഷൻസിലും, എന്റർപ്രൈസസ് സോഫ്റ്റ്വെയർസിലും എല്ലാം നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ കഴിയും. മൂന്നാമത്തെ സ്കോപ്പാണ് മാനുവൽ ടെസ്റ്റിംഗ് ചെയ്യുന്നതിൽ നമ്മൾ അറിയാതെ നമ്മുടെ ഒബ്സർവേഷൻ സ്കില്ല് ഇംപ്രൂവ് ആവും. നമ്മൾ അറ്റൻഷൻ ടു ഡീറ്റെയിൽ എല്ലാ കാര്യങ്ങളും നോക്കാൻ വേണ്ടി പോകും. നാലാമത്തതും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റീസൺ നിങ്ങൾ മാനുവൽ ടെസ്റ്റിംഗ് പഠിച്ചതെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ടെക് മേഖലയിൽ എളുപ്പത്തിൽ ഒരു ജോലി നേടാൻ സഹായിക്കുന്നതാണ് മാനുവൽ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ. മാനുവൽ ടെസ്റ്റിംഗ് എനിക്ക് തോന്നുന്നു 2 മാസം കൊണ്ട് നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ കഴിയുന്നതാണ്. അതിന് ടൂൾസിന്റെ ആവശ്യമൊന്നുമില്ല. ഡിഫറെന്റ് സിനാരിയോസ് നിങ്ങൾ എഴുതാൻ പഠിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ടെസ്റ്റ് ചെയ്യണമെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഒരു മാനുവൽ ടെസ്റ്ററായിട്ട് കയറാൻ കഴിയും. നിങ്ങൾക്ക് മാനുവൽ ടെസ്റ്റർ ആകണമെന്നുണ്ടെങ്കിൽ എഡ്യൂ ലേണിംഗിന്റെ ഒരു ഇൻഡെപ്ത് പ്രോഗ്രാം, 10ഓളം റിയൽ ടൈം പ്രൊജക്ട്സ് അടങ്ങിയ മാനുവൽ ടെസ്റ്റർ പ്രിപ്പയർ ചെയ്യുന്ന ഒരു പ്രോഗ്രാം ഉണ്ട്. വെറും 2 മാസത്തിന് താഴെയുള്ള പ്രോഗ്രാമാണ്. അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ യു ക്യാൻ കോൺടാക്ട് us at 9746211123. ഇനി നമുക്കൊരു മാനുവൽ ടെസ്റ്ററിന്റെ കരിയർ ട്രജക്ടറി എന്താണെന്ന് നോക്കാം. ഒരു മാനുവൽ ടെസ്റ്റർ ആദ്യമായിട്ട് ഒരു മാനുവൽ ടെസ്റ്റർ അല്ലെങ്കിൽ QA ടെസ്റ്റർ ആയിട്ടായിരിക്കും കയറുന്നത്. ഫംഗ്ഷനാലിറ്റി, യൂസബിലിറ്റി, പെർഫോമൻസ് ഇവയെല്ലാം മനസ്സിലാക്കി അതിനായിട്ടുള്ള ടെസ്റ്റ് കേസസ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ ബേസിക് ആയിട്ടുള്ള ജോബ് റോൾ എന്ന് പറയുന്നത്. ഇതിനായിട്ട് ടെക്നിക്കൽ നോളജ് ഒന്നും വേണ്ട, മറിച്ച് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ലൈഫ് സൈക്കിളിനുള്ള ബേസിക് അണ്ടർസ്റ്റാൻഡിംഗ് മാത്രം ഉണ്ടായിരുന്നാൽ മതി. രണ്ടാമത് QA അനലിസ്റ്റ്, ഒരു മിഡ് റേഞ്ച് പൊസിഷനാണിത്. ഒരു സോഫ്റ്റ്വെയറിന്റെ റിക്വയർമെന്റ് അനുസരിച്ച് ടെസ്റ്റ് കേസസും ഡിസൈനും ഡെവലപ്പും ചെയ്യുന്നതാണ് ഒരു QA അനലിസ്റ്റിന്റെ ജോബ് റോൾ എന്ന് പറയുന്നത്. ഇവർക്ക് ഡീറ്റെയിൽഡ് ടെസ്റ്റ് പ്ലാൻസ്, ബിസിനസ് റിക്വയർമെന്റ്സ്, വേരിയസ് ടെസ്റ്റിംഗ് ടെക്നിക്സ് എന്നിവയെ കുറിച്ചൊക്കെയാണ് അറിവുണ്ടായിരിക്കേണ്ടത്. അതുകൊണ്ട് 2 to 5 years എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് QA അനലിസ്റ്റ് ജോബ് റോൾ കിട്ടുന്നത്. 4.5 to 10 lakhs വരെ ആയിരിക്കും അവരുടെ സാലറി വേരി ചെയ്യുന്നത്. മൂന്നാമത്തത് സീനിയർ QA എഞ്ചിനീയർ. സീനിയർ QA എഞ്ചിനീയർ ഒരു ടീമിനെ മാനേജ് ചെയ്ത് ടെസ്റ്റിംഗ് എഫേർട്സും ടെസ്റ്റിംഗ് പ്രോസസ്സൊക്കെ മാനേജ് ചെയ്യുന്നവരാണ്. ഇവർ ജൂനിയർ ടെസ്റ്റേഴ്സ് ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ്സ് ഫോളോ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് വിലയിരുത്തും. ഒരു 5 to 8 years എക്സ്പീരിയൻസ് ഉള്ളവരായിരിക്കും ഈ പൊസിഷനിലോട്ട് വരുന്നത്. 8 to 14 lakhs ആയിരിക്കും അവരുടെ ആവറേജ് സാലറി എന്ന് പറയുന്നത്. നാലാമത്താണ് QA ലീഡ് എഞ്ചിനീയർ എന്ന് പറയുന്നത്. ഇതൊരു അഡ്വാൻസ്ഡ് പൊസിഷനാണ്. ഇവർ എൻ്റയർ പ്രോജക്റ്റിന്റെ ക്വാളിറ്റി എൻഷുർ ചെയ്യുന്നതാണ് ഇവരുടെ റെസ്പോൺസിബിലിറ്റി. ഇവര് എൻ്റയർ QA പ്രോസസ് ലൈക്ക് ഫ്രം പ്ലാനിങ് ടു എക്സിക്യൂഷൻ ടു റിപ്പോർട്ടിംഗ് എല്ലാം ഇവരായിരിക്കും മാനേജ് ചെയ്യുന്നത്. ഇവർ ടീം മാനേജ് ചെയ്യും, ഡെഡ് ലൈൻസ് മീറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കും, റിസോഴ്സസ് അലോക്കേറ്റ് ചെയ്യും. ടീം മാനേജ്മെന്റും ഡിഫറെന്റ് QA മെത്തേഡ്സിലൊക്കെയാണ് അവർക്ക് നോളജ് ഉണ്ടായിരിക്കേണ്ടത്. ഒരു 10 to 14 years എക്സ്പീരിയൻസ് ഉള്ളവരായിരിക്കും ഈ ഒരു ജോബ് റോളിൽ ബേസിക്കലി വരുന്നത്. 12 lakhs to 20 lakhs ആയിരിക്കും അവരുടെ ബേസിക് പേറോൾ എന്ന് പറയുന്നത്. അഞ്ചാമത്തേന്ന് പറഞ്ഞാൽ ഓട്ടോമേഷൻ എഞ്ചിനീയർ. ഓട്ടോമേഷൻ എഞ്ചിനീയർ മാനുവൽ ടെസ്റ്റിംഗിൽ നിന്ന് ഓട്ടോമേഷൻ എഞ്ചിനീയർ അല്ലെങ്കിൽ ഓട്ടോമേഷൻ ടെസ്റ്റിങ്ങിലോട്ട് ട്രാൻസിഷൻ ചെയ്യുന്നവരാണ്. ഇവർ ഓട്ടോമേറ്റഡ് ടെസ്റ്റ് സ്ക്രിപ്റ്റ്സ് എഴുതുകയും മെയിൻറ്റെയിൻ ചെയ്യുകയൊക്കെ ചെയ്യും. ഇവർക്ക് ഏതെങ്കിലും പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, ജാവ, പൈത്തൺ, PHP, .NET ഏതെങ്കിലും ഒരു നോളജ് വേണം. കൂടാതെ ഓട്ടോമേഷൻ ടെസ്റ്റിംഗ് ടൂൾസായ സെലീനിയം പോലുള്ള ടൂൾസിൽ നോളജ് ഉണ്ടായിരിക്കണം. ഒരു മാനുവൽ ടെസ്റ്ററായി 2 to 3 years എക്സ്പീരിയൻസ് എഴുതുന്ന ഓട്ടോമേഷൻ എഞ്ചിനീയർ ആയിട്ട് ഓട്ടോമാറ്റിക്കലി കരിയർ ട്രാൻസിഷൻ ചെയ്യാൻ കഴിയുന്നതാണ്. ഒരു 6 to 14 lakhs ആവറേജ് നിങ്ങൾക്ക് സാലറി എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ആൻഡ് മോസ്റ്റ് അഡ്വാൻസ്ഡ് ജോബാണ് ടെസ്റ്റ് ആർക്കിടെക്ട് എന്ന് പറയുന്നത്. ഇവർ QA പ്രോസസ് സപ്പോർട്ട് ചെയ്യേണ്ട ടെസ്റ്റിംഗ് സ്ട്രാറ്റജീസ്, ടെസ്റ്റിംഗ് ഫ്രെയിം വർക്ക്, ടെസ്റ്റിംഗ് ടൂൾസ് എല്ലാം ഡിസൈൻ ചെയ്യുന്നവരാണ്. ഇവർ ഡെവലപ്മെന്റ് ടീമിന്റെ കൂടെ ക്ലോസ്ലി വർക്ക് ചെയ്യുന്നവരും ടെസ്റ്റിംഗ് പ്രോസസ് ഡെവലപ്മെന്റ് സൈക്കിളിൽ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ടെന്ന്
ഉറപ്പ് വരുത്തുകയും ചെയ്യുന്നവരാണ്. 14 years ആൻഡ് എബോ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് നമുക്ക് ടെസ്റ്റ് ആർക്കിടെക്റ്റ് ആയിട്ട് ജോലി ലഭിക്കുന്നതാണ്. 25 lakhs to 45 lakhs ആണ് ഇവരുടെ ആവറേജ് സാലറി എന്ന് പറയുന്നത്. ഇനി ഏതൊക്കെ കമ്പനീസ് ആണ് ഇവർ ഹയർ ചെയ്യുന്നതെന്ന് നോക്കാം. ഫ്രഷർ ആയിട്ടുള്ള മാനുവൽ ടെസ്റ്ററിന് ചെറുതും വലുതുമായിട്ട് എല്ലാ കമ്പനീസിലും വേക്കൻസി ഉണ്ട്. ഇൻഫോസിസ്, TCS, UST ഗ്ലോബൽ, അക്സെഞ്ചർ തുടങ്ങി ഒരുപാട് കമ്പനിയിൽ ഇതിന്റെ വേക്കൻസീസ് അവൈലബിൾ ആണ്. ഇതുകൂടാതെ പ്രൊഡക്റ്റ് ബേസ്ഡ് കമ്പനീസായ മൈക്രോസോഫ്റ്റിലും ഗൂഗിളിലും ഫേസ്ബുക്കിലും ആമസോണിലും എല്ലാം വേക്കൻസീസ് ഉണ്ട്. പിന്നെ ഇന്ത്യൻ ബേസ്ഡ് കമ്പനിയായ സൊമാറ്റോയിലും പേടിഎമ്മിലും ഫ്രഷ് വർക്സിലും സോഫോയിലും എല്ലാം ഇവരുടെ വേക്കൻസീസ് അവൈലബിൾ ആണ്. സോ നിങ്ങൾക്ക് എളുപ്പത്തിൽ ജോലി നേടാൻ പറ്റുന്ന, എളുപ്പത്തിൽ സ്കില്ല് നേടാൻ പറ്റുന്ന, എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ജോലി മേഖലയാണ് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ്, മാനുവൽ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇതിന്റെ കൂടെ നിങ്ങൾക്ക് ഈ സ്കില്ലിന്റെ കൂടെ നിങ്ങൾക്ക് സർട്ടിഫിക്കേഷനും കൂടെ ഉണ്ടായി കഴിഞ്ഞാൽ ബെറ്റർ ആണ്. ഇതിനായിട്ട് ഇന്റർനാഷണൽ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് ക്വാളിഫിക്കേഷൻ ബോർഡിന്റെ ഒരു സർട്ടിഫിക്കേഷൻ ഉണ്ട്. ISTQB എന്നാണ് ഈ ബോഡി പറയുന്നത്. നിങ്ങൾ സ്വന്തമായിട്ടാണ് പഠിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്റേൺഷിപ്സിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ദെൻ മീറ്റപ്സിൽ പങ്കെടുക്കാം, വർക്ക്ഷോപ്സിൽ പങ്കെടുക്കാം, എക്സ്പേർട്ട് ആയിട്ടുള്ളവരായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ജോബ് കിട്ടുന്നതാണ്. ഇതെല്ലാം കൂടെ ഒറ്റ സ്ഥലത്ത് നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങൾക്ക് എഡ്യൂ ലേണിംഗിനെ കണക്ട് ചെയ്യാം. യു ക്യാൻ കണക്ട് വിത്ത് 974621123. ഈ വീഡിയോ വളരെ ഇൻഫോർമേറ്റീവ് ആണെന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. I am Sahir signing off. Thank you.